ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. ഡെയിലി റിഫ്രഷറും സമ്മർ കൂളറും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് ഫ്രീയുമായിട്ടുള്ള ജിഞ്ചർ ലെമൺ സ്ക്വാഷാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1 കിലോ ഫ്രഷ് നാരങ്ങ കഴുകി തുടച്ചെടുക്കുക. ഒട്ടും തന്നെ കേടുകളില്ലാത്ത നാരങ്ങയാണ് ഇതിന് വേണ്ടത്. നല്ല നാടൻ നാരങ്ങയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്തത് ഇഞ്ചിയാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം തൊലി കളഞ്ഞ് നന്നായി തുടച്ചെടുക്കുക. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിവെക്കുക. 165 ഗ്രാം ഇഞ്ചി നമുക്കിപ്പോൾ തൊലി കളഞ്ഞ ശേഷം കിട്ടിയിട്ടുണ്ട്. നാരങ്ങയുടേതുപോലെ തന്നെ സ്ക്വാഷിനായി ഉപയോഗിക്കുമ്പോൾ ഇഞ്ചിയിലും ഒട്ടും തന്നെ കേടുകൾ പാടില്ല. ഇത് 2 കിലോ പഞ്ചസാരയാണ്. പാനിയാക്കുന്നതിനായി 1 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് അടുപ്പിൽ വെച്ച് പഞ്ചസാര അലിയും വരെ ഇളക്കി കൊടുക്കുക. ചൂടാകും തോറും പഞ്ചസാരയിലെ കരടുകൾ പതഞ്ഞു പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന പാത്രങ്ങളിലോ സ്പൂണുകളിലോ ബോട്ടിലുകളിലോ ഒന്നും തന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാകരുത്. പഞ്ചസാര മുഴുവനും അലിഞ്ഞു തീരുന്നതാണ് ഇതിൻ്റെ പാകം. ഇത് നന്നായി വെട്ടിത്തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതിന് മുകളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള പത ഒരു സ്പൂണ് കൊണ്ടോ മറ്റോ ക്ലിയർ ചെയ്ത് മാറ്റുക. ഇനി ഈ പാനിയുടെ ചൂട് ആറാനായിട്ട് മാറ്റിവെക്കുക. ഇത് ആറുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി പിഴിഞ്ഞ് നീരെടുക്കാം. 165 ഗ്രാം ഇഞ്ചിക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പകുതി ഇഞ്ചി അരിഞ്ഞതും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് അതിൻ്റെ സത്ത് മുഴുവനും പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇഞ്ചിയും 1/2 കപ്പ് വെള്ളവും ചേർത്തടിച്ച് നീര് പിഴിഞ്ഞ് മാറ്റുക. ഇനി ഈ ഇഞ്ചി നീര് ഇളക്കം തട്ടാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി മൂടി വയ്ക്കുക. ഈ സമയം കൊണ്ട് പഞ്ചസാര പാനിയുടെ ചൂട് പകുതിയോളം മാറിയിട്ടുണ്ടാകും. ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചു മാറ്റുക. അരിച്ചെടുത്ത് കഴിയുമ്പോൾ തേൻ പരുവത്തിൽ നല്ല ക്ലിയറായി ഇത് മാറുന്നതാണ്. ഇതിൻ്റെ ചൂട് പൂർണ്ണമായി മാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇഞ്ചി നീരും നാരങ്ങ നീരും ചേർക്കാവൂ. മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറു ചൂട് പോലും ഈ പാനിക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല. ചൂടോടുകൂടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിനൊരു കയ്പ്പ് രസം വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇനി നാരങ്ങയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. നാരങ്ങ നീര് എപ്പോഴും ലാസ്റ്റ് മാത്രമേ എടുക്കാവൂ. ഒരുപാട് സമയം മുറിച്ച് വെക്കുകയും ചെയ്യരുത്. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സ്ക്വീസറോ ഉപയോഗിച്ച് നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് മിക്സിംഗ് ആണ്. പൂർണ്ണമായും തണുത്ത പഞ്ചസാര പാനിയിലേക്ക് ഊറാനായി മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി നീര് ഒഴിച്ചു കൊടുക്കുക. അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഇതിൻ്റെ ഉറച്ചു കിടക്കുന്ന മട്ട് തീർത്തും ഒഴിവാക്കുക. ഒരു തവി കൊണ്ട് പഞ്ചസാര പാനിയും ഇഞ്ചി നീരും നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നാരങ്ങ നീരും ഒരു അരിപ്പയിലൂടെ അരിച്ച് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ജിഞ്ചർ ലെമൺ സ്ക്വാഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാകുമ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ് കിട്ടുന്നതാണ്. ഈ സ്ക്വാഷിനെ ഡ്രൈ ആയിട്ടുള്ള കുപ്പികളിലേക്ക് പകർത്താവുന്നതാണ്. ഈ ഒരു മെഷർമെൻറ്റിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ 2.25 ലിറ്ററോളം സ്ക്വാഷ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും ഇത് പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഏകദേശം ഒരു 2-2.5 മാസം വരെ ഇത് ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റുന്ന ജിഞ്ചർ ലെമൺ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് 4-5 പീസ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള സ്ക്വാഷ് ഇതിലേക്ക് ഒഴിച്ച ശേഷം ഐസ് വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയും റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.